മന്നാനിയിലെ മുത്തബൽ ക്ലാസ് പൂർത്തീകരിച്ച് തൊട്ടടുത്ത് കടുവ പള്ളിയിൽ മുദരിസായി സേവനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട കൊളപ്പുറം ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നോടും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഹുസൈൻ മന്നാനിയോടും പ്രത്യേകം ഉപദേശിച്ചു. ആദ്യത്തെ ശമ്പളം മരണസമയം വരെ ദർസ് നിലനിൽക്കണം. അതിനു വേണ്ടി മഹാനായ ഷെയ്ഖുൽ മശായിഖ് ബണ്ടൂർ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമിഹി അവരുടെ നേർച്ചയിലേക്ക് ആദ്യത്തെ ശമ്പളം നേർച്ച നേരണം. ആദ്യത്തെ ശമ്പളം കിട്ടി എത്രയെന്ന് പറയുന്നില്ല. ആ ശമ്പളം മുഴുവനും ആ നേർച്ചയിലേക്ക് ഞങ്ങൾ കൊടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ സൃഷ്ടാവായ റബ്ബിന്റെ അനുഗ്രഹീതമായ തൗഫീഖ് കൊണ്ടും മഹാന്മാരായ ഉസ്താദന്മാരുടെ ബറക്കത്ത് കൊണ്ടും അനുഗ്രഹം കൊണ്ടും ദർസ് നടന്നു പോകുന്നു. നിങ്ങൾ കേട്ടല്ലോ മന്നാനി അവറുകൾ പറഞ്ഞേ, ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവറുകളുമായി അഭേദ്യമായ ബന്ധമുണ്ട് അവർക്ക്. സാധാരണഗതിയിൽ ഉണ്ടാകാത്തൊരു തരം ബന്ധം. എന്നാൽ താജുൽ ഉലമയുടെ ശിഷ്യനാകാൻ അദ്ദേഹത്തിനോട്ട് കഴിഞ്ഞിട്ടുമില്ല. അത് കഴിയാൻ സാധ്യമല്ലായിട്ടല്ലോ, അത് അങ്ങനെയാണ് എൻ്റെ വിധി, അള്ളാഹുവിന്റെ വിധി എന്ന് പറയാം. അത് വേണ്ടതില്ല, അല്ലാതെ തന്നെ കിട്ടുമല്ലോ. ഒരു ദർജ താഴ്ന്നാലും നാം മൂപ്പര് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യൻ മൗലാനൽ മർഹൂം ഓക്കെയും ബാപ്പു മുസ്ലിയാർ, ദാറുൽ മആരിഫിന്റെ സ്ഥാപകർ ഓക്കെയും ബാപ്പു മുസ്ലിയാർ അവർകളാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രധാന ഗുരു. ദീർഘകാലം അവർ ഓതിയിട്ടുള്ളത് ഓക്കെയും ബാപ്പു മുസ്ലിയാരിൽ നിന്നാണ്. അവരാവട്ടെ ശൈഖുന താജുൽ ഉലമ അവർകളുടെ ദീർഘകാലത്തെ ശിഷ്യരുമാണ്. ബാക്കിയാത്തുക്കോ മറ്റൊന്നും പോയിട്ടില്ല. വണ്ടൂരിലെ ദർസിൽ അവസാനം വരെ ഓതിയിട്ട് അവസാനിപ്പിച്ച ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഓക്കെ ബാപ്പു മുസ്ലിയാർ അവർകൾ. ആ ബാപ്പു മുസ്ലിയാർ അവർകളുടെ കൂടെ ഗൾഫിലേക്കുള്ള മറ്റം പോകുന്നത് വരെയും സഞ്ചരിക്കുന്ന ഒരു പ്രകൃതം, ബാപ്പുലിയർ എന്തിനാണോ നടക്കുന്നതെങ്കിൽ അതിനൊക്കെ കൂടെ നടന്ന് സഹായിക്കുന്ന ഒരു പ്രകൃതത്തിലാണ് അവരുടെ ഇവിടുത്തെ ജീവിതമുണ്ടായിരുന്നത്. നമുക്കൊക്കെ അറിയാം.